മാധവൻ ഒരു കാര്യം BJP പ്രതിനിധി എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കേരളത്തിൽ എയിംസ് വരും. മാധവന് എയിംസ് കാണാൻ സാധിക്കും. അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എയിംസ് വളരെ താമസിയാതെ അതിവേഗം വെരി സൂൺ വെരി ഇമ്മീഡിയറ്റ് അങ്ങേക്ക് കാണാൻ സാധിക്കും. ഇതൊരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല എയിംസ് എന്ന് പറയുന്നത്. അങ്ങ് പറയുന്നേട്ട അങ്ങ് കവടി നിരത്തി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. അത് എയിംസ് ആണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിയുമെന്ന് പറയുന്ന രീതിയാണ്. ഈ സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഏറ്റവും അർഹതയുള്ള ഏറ്റവും അനിവാര്യമായി കിട്ടേണ്ടുന്ന എത്രയും പെട്ടെന്ന് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് വരും എന്ന് ഇത്ര അഭിമാന ബോധത്തോടു കൂടി വെരി ഇമ്മീഡിയറ്റ് അതിവേഗം. മാധുവിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. കേരളത്തിന് എയിംസ് വേണം. നോക്കൂ എന്തുകൊണ്ട് കയ്യും വീശി അതിന് മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ എസ് നായർക്ക് വലിയ ഭയം തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് ഭയക്കേണ്ടുന്നത്? മതമാണ് പ്രശ്നം, മതമാണ് മുഖ്യം എന്ന് പ്രസംഗിച്ച KM ഷാജി നിങ്ങൾ ഭയക്കൂ. നിങ്ങൾക്കൊപ്പം ഇപ്പോൾ പുതിയ കൂട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയുമാണ് നിങ്ങൾ ഭയക്കേണ്ടത്, വീണയെപ്പോലുള്ളവർ. അല്ലാതെ നിങ്ങൾ ഭയക്കേണ്ടത് നരേന്ദ്രമോദിയല്ല. ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ അവരെ ഭയക്കൂ. പിന്നെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരെയാണെന്നുള്ള പ്രചരണമൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഭാഷയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പറയുന്നതെല്ലാം മുസ്ലിമിനെതിരെയാണെന്ന് നിങ്ങൾ അങ്ങനെ അതിൻ്റെ അട്ടിപ്പറവകാശമൊന്നും ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറവകാശമൊന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഭയക്കേണ്ടുന്നത് അങ്ങേക്കൊപ്പം അങ്ങയുടെ നേതാക്കന്മാർക്കൊപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഭയക്കണം. മതരാഷ്ട്രവാദം ഉയർത്തുന്ന വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ ഭയക്കണം. നിങ്ങൾക്കൊപ്പം അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് 7 മന്ത്രിമാർ വേണം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭയക്കണം. അല്ലാതെ ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ജയ്ക്ക് ഇവിടെ എയിംസ് പ്രഖ്യാപിച്ചു, അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചു. ഇതൊക്കെ എവിടെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്? ആ ക്ലിപ്പിംഗ്സ് മധുവിൻ്റെ കയ്യിലുണ്ടോ? എയിംസ് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എയിംസ് പ്രഖ്യാപിക്കും എന്ന്, അല്ലെങ്കിൽ മോഡിജി പ്രഖ്യാപിക്കുന്നത് രാജേന്ദ്ര ശേഖർ പറയുന്ന ക്ലിപ്പുണ്ടോ അങ്ങയുടെ? അല്ലെങ്കിൽ അതിവേഗ റെയിൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കും എന്ന് പറയുന്ന ക്ലിപ്പ് അങ്ങടയിലുണ്ടോ? അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ എന്താണ് ദുരന്ത സമയത്ത് കൊടുത്ത അരിയുടെ പൈസ വരെ വാങ്ങിച്ചു. അതൊക്കെയാണ് ജയിക്കിന്റെ ആരോപണം. എവിടെയാണ് ജയിക്ക്? ഇതിന് എന്തെങ്കിലും രേഖയുണ്ടോ? ചുമ്മാതെ വന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വെറുതെ മണ്ടത്തരം വിളമ്പരുത്. അതിനകത്ത് പിന്നെ ഇത് പ്രഖ്യാപിക്കും എന്നത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ അരിയുടെ പൈസ വാങ്ങിച്ചതിന്റെ കണക്ക് എവിടെയാണ്? പിന്നെ അങ്ങ് പറയുന്നത് രണ്ടാമത്തെ കാര്യം, ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എന്നുള്ളത്. നിങ്ങളെന്തോ ഒരു മിനിറ്റ് അല്ല ഞാൻ തീർക്കണം. ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജു സാർ ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ്, BJP NDA ഉറപ്പ്, ആദ്യത്തെ 45 ദിവസത്തിൽ ഇത് നേരത്തെ കേട്ടതിന്റെ ബാക്കി. അതായത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി കഴിയട്ടെ, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി 1-2 വർഷമായില്ലേ? അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു MBA തന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം? ഒരു മിനിറ്റ്. എയിംസ് കേരളത്തിൽ വരും. എന്റെ ആഗ്രഹം അത് തിരുവനന്തപുരത്ത് വരണം എന്നാണ്. അവിടെ എവിടെയാണ് പ്രധാനമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞാൻ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒരു മിനിറ്റ്. ഇനി തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ വികസന രേഖയിൽ, നിങ്ങളുടെ ബ്ലൂ പ്രിന്റിനകത്ത് ഈ പറയുന്ന എയിംസ് ഇല്ല എങ്കിൽ ശരി, എയിംസ് ഇല്ല എങ്കിൽ ശരി, എനിക്ക് തർക്കമില്ല. ഇനി വേറെ ഒന്നും കൂടി ഈ എയിംസ് എന്ന് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല ജിതിൻ പറഞ്ഞത്. നിങ്ങൾക്ക് തൃശ്ശൂർ നിങ്ങൾ അങ്ങ് എടുക്കാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾക്ക് എയിംസ് അവിടെ വരുമെന്ന്. ആലപ്പുഴയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് നിങ്ങളുടെ MP പറയുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ തന്നെ ആകണമെന്ന് നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. നിങ്ങൾക്ക് വരാനിരിക്കുന്ന തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് ആഗ്രഹം, ആലപ്പുഴയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴയിലാണ് ആഗ്രഹം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വണ്ടി കയറിയിട്ടില്ലാത്ത ഒരു എയിംസും ഉണ്ട്, നാട് മുഴുവൻ രാഷ്ട്രീയ പ്രചാരണ വേദികളുമുണ്ട്. എന്ത് ചെയ്യാനാണ്? മാധവൻ ഒരു കാര്യം, BJP പ്രതിനിധി എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കേരളത്തിൽ എയിംസ് വരും. മാധവന് എയിംസ് കാണാൻ സാധിക്കും. അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എയിംസ് വളരെ താമസിയാതെ അതിവേഗം
വെരി സൂൺ, വെരി ഇമ്മീഡിയറ്റ് അങ്ങേക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കുവല്ല ഒരു മിനിറ്റ്, ഇതൊരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല ഈ എയിംസ് എന്ന് പറയുന്നത്. അങ്ങ് പറയുന്ന കേട്ടാ അങ്ങ് കബഡി നിരത്തി വെച്ചിട്ട് ഒരു നോക്കൂ ഒരു മിനിറ്റ്, കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, അത് എയിംസ് ആണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിയുമെന്ന് പറയുന്ന രീതിയാണ്. നോക്കൂ, ഈ സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും അനിവാര്യമായി കിട്ടേണ്ടുന്ന, എത്രയും പെട്ടെന്ന് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് വരും എന്ന് ഇത്ര അഭിമാന ബോധത്തോട് കൂടി പറയേണ്ടി വരുന്നത്. അതിവേഗം. അത് ആദ്യം പറഞ്ഞിട്ട് 2 കൊല്ലായി. മാധുവിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. കേരളത്തിന് എയിംസ് വേണം. ആ എയിംസ് ഞാൻ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ വോട്ടുള്ള ആളല്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണ്ട. വോട്ട് കോർപ്പറേഷന്റെ ഭാഗമാണോ നെയ്യാറ്റിൻകര? അല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞതും അതിനു മുൻപ് മറ്റൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും എല്ലാം കൂടിയാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. അങ്ങനെ പറയാം. അല്ലാതെ തിരുവനന്തപുരത്ത് വന്നിട്ട് നരേന്ദ്രമോദി എയിംസ് പ്രഖ്യാപിക്കും, അതിവേഗ റെയിൽ എന്ന് പറഞ്ഞ ജയിക്ക് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. ഈ റെയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഓടുന്നതാണ്. ജയിക്ക് പറഞ്ഞതാണ്, ജയിക്ക് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്. ഇന്നലെ മറ്റൊരു ചാനല് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്ലാഷ് ന്യൂസ് ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. കൊല്ലം തിരുവനന്തപുരത്ത് വന്നിട്ട് കൈവീശിയല്ലല്ലോ വന്നത്. പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ഇന്നേ വരെ ജീവിതത്തിൽ ക്രെഡിറ്റ് കാർഡ് സ്വപ്നം കാണാൻ സാധിക്കാത്ത പാവങ്ങളിൽ പാവങ്ങളായ 14,000-ഓളം പേർക്ക് അങ്ങനെ പറയല്ലേ. ഇവിടെ വരുമ്പോൾ എന്താ വേണ്ടുന്നത്? അകമഴിഞ്ഞ പിന്തുണ. കേരള തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഒരു ഏറ്റവും മികച്ച ടൗണുകളിൽ ഒന്നാക്കി മാറ്റും, നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒരു മിനിറ്റ് മാധു, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എന്തോ 2 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് ആസ്ക് മോഡി എന്തോ ഇതാണ് ട്വിറ്ററിന്റെ എക്സിന്റെ ട്രെൻഡിങ്. ഇതിനകത്ത് എവിടെയെങ്കിലും മാധു കാണുന്നുണ്ടോ ഇവരുടെ ഈ ക്യാമ്പയിൻ ആസ്ക് മോഡി ട്രെൻഡിങ് ചെയ്തിരുന്നത്? വെറുതെ വന്നിട്ട് ഇങ്ങനെ തെള്ളാവോ ജയിക്കെ? എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. കാരണം ഇത് വന്ന് CPM പ്രതി പറഞ്ഞ് എനിക്കറിയാം. ഒന്നുമില്ല, ആകെ കടകംപള്ളി സുരേന്ദ്രനും കുറച്ച് സഖാക്കന്മാരും പോസ്റ്റ് ഇട്ട്. പക്ഷേ റെയിൻകോട്ട് വാങ്ങിക്കാനൊന്നും എന്തായാലും പ്രധാനമന്ത്രി കാശ് തരാൻ പോകുന്നില്ല. അത് ആ കടകംപള്ളി പറഞ്ഞു കൊടുത്തായിരുന്നു. മനസ്സിലായില്ല, വ്യക്തമാക്കാം. ആരാണ് റെയിൻകോട്ട് ചോദിച്ചത്? ആരാണ് ഫോണിലൂടെ റെയിൻകോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അങ്ങ് പരിശോധിച്ചാൽ മതി.